എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഫോട്ടോ വിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി സ്വദേശിയായ ഡോക്ടർ സിബു മോഡലിനെയാണ്. അദ്ദേഹം ഇപ്പോൾ ആലുവ UC കോളേജിലെ മലയാളം വിഭാഗം മേധാവിയാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. മണിമലയാറിൻ തീരത്ത് ജനിച്ചു കളിച്ചു വളർന്നിട്ടും നിളയെ പറ്റി പാടാനല്ലോ കമ്പം തോന്നിയത്. മണിമലയാറിൻ തീരത്ത് ജനിച്ചു കളിച്ചു വളർന്നിട്ടും നിളയെ പറ്റി പാടാനല്ലോ കമ്പം തോന്നിയത്. ഭഗവാൻ നീരാട്ടില്ലാതെ കവികൾ പാടാനില്ലാതെ എല്ലിൻ കൂടായി തീർന്നിട്ടും ഒരു വരി പോലും കരഞ്ഞില്ല. നിളയ്ക്കു വേണ്ടി കണ്ണീർ തൂകും മുന്നണിയിൽ ഞാൻ പിന്നണിയായി. ഭഗവാൻ നീരാട്ടില്ലാതെ കവികൾ പാടാനില്ലാതെ എല്ലിൻ കൂടായി തീർന്നിട്ടും ഒരു വരി പോലും കരഞ്ഞില്ല. നിളയ്ക്കു വേണ്ടി കണ്ണീർ തൂകും മുന്നണിയിൽ ഞാൻ പിന്നണിയായി. അടുത്തിരിക്കും അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ നൈൽ നദി തേടിപ്പോയെന്നല്ലോ കഥകൾ കേൾക്കുന്നു. അടുത്തിരിക്കും അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ നൈൽ നദി തേടിപ്പോയെന്നല്ലോ കഥകൾ കേൾക്കുന്നു. അവരുടെ കഥനങ്ങൾ കടൽ കടന്നിങ്ങേ കരയെത്തി. അപ്പുറമിപ്പുറമെല്ലാം നോക്കി അവരുടെ നിശ്വാസത്തോതിൽ ഒരു നെടുവീർപ്പിട്ടു ഞാനും. തോളിൽ സഞ്ചി മുടിയും നീണ്ടു മുഷിഞ്ഞ വേഷം മുനിയുടെ നോട്ടം കള്ളി വെളിച്ചത്തായപ്പോൾ തേടിപ്പോയി ചെറുകാൽപ്പാടുകൾ. അടുത്തിരിക്കും മനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോൻ നൈൽ നദി തേടിപ്പോയെന്നല്ലോ കഥകൾ കേൾക്കുന്നു. അവരുടെ കഥനങ്ങൾ കടൽ കടന്നിങ്ങേ കരയെത്തി. അപ്പുറമിപ്പുറമെല്ലാം നോക്കി അവരുടെ നിശ്വാസത്തോതിൽ ഒരു നെടുവീർപ്പിട്ടു ഞാനും. തോളിൽ സഞ്ചി മുടിയും നീണ്ടു മുഷിഞ്ഞ വേഷം മുനിയുടെ നോട്ടം കള്ളി വെളിച്ചത്തായപ്പോൾ തേടിപ്പോയി ചെറുകാൽപ്പാടുകൾ. സാറേ, ഈ കവിതാ സമാഹാരങ്ങളല്ലാതെ ഏതെങ്കിലും മറ്റുള്ള കൃതികൾ താങ്കൾ തയ്യാറാക്കിയിട്ടുണ്ട്? മറ്റുള്ളതില് എടുത്തു പറയാനുള്ള ഒരെണ്ണം പ്രതീക നിഘണ്ടുവാണ്. അത് മലയാളത്തിലെ ആദ്യത്തെ പ്രതീക നിഘണ്ടുവാണ്. അതിനു മുമ്പ് അത്തരം ഒരു നിഘണ്ടു ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഡിക്ഷണറി ഓഫ് സിംബൽസ്, ഓരോ ഇതിന്റെയും സിംബോളിക് മീനിങ്ങും ചേർത്ത് വെച്ചുകൊണ്ട് ഉള്ളതാണ്. ചുവന്ന കുരിശ്, ചെങ്കീരി, ചെണ്ട, ചെമപ്പ്, ചെരിപ്പ്, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ എൻട്രി പോകുന്നത്. അപ്പോൾ സാധാരണ അർത്ഥമല്ല ഇവിടെ, പ്രതീകാർത്ഥങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു നിഘണ്ടുവാണ് പ്രതീക നിഘണ്ടു. ഈ നിഘണ്ടുവിന്റെ പ്രസിദ്ധീകരണം ആരായിരുന്നു? ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, തിരുവനന്തപുരത്തുള്ള കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. എന്റെ മറ്റ് കൃതികൾ പലതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചവയാണ്. അതായത് ഈ അരങ്ങ് മുതൽ അബ്രപാളി വരെ ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചതാണ്. ചലച്ചിത്ര നാടക പഠനമാണ്. സിനിമയുമായി ബന്ധപ്പെടുത്തി? അതെ, സിനിമയും നാടകവും രണ്ടും പരാമർശിക്കുന്ന ഒരു അക്കാദമിക് റഫറൻസ് ഗ്രന്ഥമാണ് ഇത്. യൂണിവേഴ്സിറ്റികളിലൊക്കെ റഫറൻസ് ഗ്രന്ഥമാണ് ഈ പുസ്തകം. സിനിമയുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ ആനുകാലികങ്ങൾ എഴുതാറുണ്ട്. ഞാനും ആൽവിൻ അലക്സാണ്ടർ ഇംഗ്ലീഷിലെ അധ്യാപകൻ, ഞങ്ങൾ രണ്ടുകൂടെ ചേർന്നാണ് പലപ്പോഴും ചലച്ചിത്ര ലേഖനങ്ങൾ എഴുതാറുള്ളത്.
പിന്നെ എൻ്റെ മറ്റൊരു പ്രസിദ്ധീകരണമാണ് ഭാഷാഭേദ നിഘണ്ടു ഉള്ളത്. ഡയലക്റ്റിന്റെ ഡിക്ഷണറിയാണ്. അപ്പൊ ഇത് കേരളത്തിലെ ദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭേദങ്ങൾ പരാമർശിക്കുന്നുണ്ട്, സമുദായ ഭേദങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോഴും ഞാൻ ഈ വർക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്, കാരണം പുതിയ പുതിയ പദങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ന്യൂജൻ പദങ്ങൾ ഉണ്ടായി വരുന്നു. അത് എല്ലായിടത്തും വ്യാപകമല്ല. അപ്പൊ ഈ മറ്റൊരു ഡിക്ഷണറിയിൽ ഇതിന്റെ വ്യത്യാസം, ഇത് ചില മേഖലകളിൽ മാത്രമേ ഇത് പരിചിതമാകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിന്റെ അതിപ്പം ചേളാതെന്നൊരു പ്രയോഗമുണ്ട്. ചില പുതിയ തലമുറയ്ക്ക് അത് ചിലപ്പോൾ അറിയത്തില്ല, നമുക്കൊക്കെ അത് അറിയാമായിരിക്കാം. ചൊവ്വത്തി, അത് സമുദായ ഭാഷാഭേദമാണ്. അതുപോലെ ഉള്ള പല അപൂർവ പ്രയോഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ട്. 40-ാം നമ്പർ, അത് ഇടുക്കി ജില്ലയിലെ ആ ഒരു നൂലൻ മഴയെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. അത് കേരളത്തിൽ പൊതുവെ വ്യാപകമായി അതിനൊരു പക്ഷേ ഒരു വിനിമയശേഷി ഇല്ലെന്ന് വരാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. അതുപോലെ ചാടുക എന്നുള്ള പ്രയോഗം നമുക്കൊക്കെ എടുത്തു ചാട്ടമാണ്, അതേസമയം വടക്കോട്ട് എറിഞ്ഞു കളയുക എന്നുള്ളതാണ് പ്രയോഗം. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ, നമ്മളുടെ സഭ്യമായ ഒരു പ്രയോഗം വേറൊരു ജില്ലയിൽ തെറിയാണ്. ഉദാഹരണമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പദങ്ങൾ സമാഹരിച്ച് കേരളത്തിലുടനീളം സഞ്ചരിച്ച് തയ്യാറാക്കിയതാണ് ഭാഷാഭേദ നിഘണ്ടു. ശരി ശരി. അങ്ങയുടെ ചില പ്രശ്നത്തിലാണെങ്കിൽ മറ്റു ഭാഷകളിൽ നിന്നുള്ള വിവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എമിലി സോളയുടെ നാന ഫ്രഞ്ച് നോവല് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചിന്ത പബ്ലിഷേഴ്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ഇത് അതിന്റെ 1ാമത്തെ എഡിഷനാണ്. ഇപ്പോഴ് 3ാമത്തെ എഡിഷൻ വരെ ഇറങ്ങിക്കഴിഞ്ഞതിന്റെ. ഇത് ഒരു നാച്ചുറലിസ്റ്റ് സമ്പ്രദായത്തിൽ എഴുതപ്പെട്ട നോവലാണ്. ആ ഒരു യാഥാസ്ഥിതിക ലൈംഗിക സങ്കല്പനങ്ങളെയും പുരുഷാധിപത്യ സമൂഹത്തിന്റെ കപടനാട്യങ്ങളെയും വെല്ലുവിളിക്കുന്ന നാന എന്ന നാടക നടിയുടെ കഥയാണ് ഇത്. ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ വിവർത്തനം ചെയ്തതെങ്കിലും ഫ്രഞ്ച് മൂലവുമായിട്ട് പരമാവധി ഒത്തുനോക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.